ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കോസി ഡിന്നർ റെസിപ്പിയാണ്. അപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഗ്ലെസ് മയോണീസും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക റെസിപ്പിയുമാണ്. ഹോം മെയ്ഡ് ചിക്കൻ ടിക്ക റെസിപ്പി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ. പെപ്പർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ, നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് യോഗർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മീത്ത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഞാനിതുപോലെ ക്ലിങ് യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് മാഗ്നേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 2 to 3 hours വെച്ചിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് നമ്മളെ ചിക്കൻ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചിക്കൻ ഇതുപോലെ നമുക്ക് സ്ക്വയറിലേക്ക് കുത്തി കൊടുക്കാം. പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയതുകൊണ്ട് തന്നെ അധികം വെജിറ്റബിൾസ് ഒന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തതാണിത്. അപ്പോൾ ഇവിടെ സ്ക്വയറിലേക്ക് എല്ലാ ചിക്കനും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കുക്കിംഗ് ഓയിൽ അതും അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളെ ഹോം മെയ്ഡ് ചിക്കൻ ടിക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ എഗ്ലെസ് മയോണീസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടി വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. നമുക്ക് പെട്ടെന്ന് തന്നെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് മയോണീസാണ്. എഗ്ലെസ് മയോണീസാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ്
ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ലെമണ് ഇതേപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനേഗറും അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. കുറച്ചധികം ടൈം എടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിരുന്നത്. ഞാനിതിന് മുന്നേ ഒരു എഗ്ഗ്ലെസ്സും അതുപോലെ തന്നെ എഗ്ഗ് ആഡ് ചെയ്തിട്ടും മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് എഗ്ഗ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന മയോണൈസാണ്. അപ്പോൾ നമ്മളെ മയോണൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എഗ്ഗ്ലെസ് തയ്യാറാക്കിയെടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മളെ മയോണൈസും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടുള്ള പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ ടിക്കയും മയോണൈസുമായിരുന്നു ഞങ്ങളെ ഡിന്നർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.